നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലഹീനത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദാരിദ്ര്യമല്ല, പരാജയമല്ല, ഭാഗ്യമില്ലായ്മയുമല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത നിങ്ങൾ ഇപ്പോഴും ആർക്കുവേണ്ടിയോ കാത്തിരിക്കുന്നു എന്നതാണ്. വന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നൊരാൾക്കു വേണ്ടി. ആരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന്, ആരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുമെന്ന്, ആരെങ്കിലും നിങ്ങളുടെ വേദന ഉൾക്കൊള്ളുമെന്ന്, ആരെങ്കിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന്. എന്നാൽ ഇന്നൊരു സത്യം കേൾക്കുക, അത് ചിലപ്പോൾ കൈപ്പേറിയതായിരിക്കാം. പക്ഷേ അതിന് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഇവിടെ ആരും വരാൻ പോകുന്നില്ല, ആരും വരില്ല. നിങ്ങൾ തകർന്നു പോകുമ്പോൾ ആളുകൾ കുറച്ചുനേരം സഹതാപം കാണിക്കും. പിന്നീട് അവർ അവരുടെ ജീവിതത്തിൽ തിരക്കിലാകും. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ചിലർ ആശ്വസിപ്പിക്കും, ചിലർ കളിയാക്കും, ബാക്കിയുള്ളവർ മറക്കും. നിങ്ങൾ കരയുമ്പോൾ കണ്ണുനീർ വരുന്നത് നിങ്ങളുടെ കണ്ണുകളിൽ നിന്നാണ്, മറ്റാരുടെയെങ്കിലും കണ്ണുകളിൽ നിന്നല്ല. നിങ്ങൾ മരിക്കുമ്പോൾ ലോകം കുറച്ചു ദിവസം സംസാരിക്കും, പിന്നെ അത് മുന്നോട്ടു പോകും. കേൾക്കാൻ കഠിനമായി തോന്നാം, എന്നാൽ ഇതാണ് സത്യം. ഈ സത്യം അംഗീകരിക്കുന്ന അന്ന് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശക്തി ജനിക്കുന്നു. കാരണം നിങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം നിങ്ങൾ ദുർബലരായിരിക്കും. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന അന്ന് ഈ ലോകത്തിനു മുഴുവൻ നിങ്ങളെ തടയാൻ കഴിയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവരും പോയാൽ നിങ്ങൾക്ക് തുടർന്നും പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ ഇനിയും അറിയാൻ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവ് പണം സമ്പാദിക്കുക എന്നതല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക എന്നതാണ്. ഇനി വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. കുട്ടിക്കാലം മുതൽ നമ്മെ ഒരു നുണയാണ് പഠിപ്പിക്കുന്നത്. ആരെങ്കിലും വന്ന് നമ്മെ രക്ഷിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ കുടുംബം, ചിലപ്പോൾ സുഹൃത്തുക്കൾ, ചിലപ്പോൾ സമൂഹം, ചിലപ്പോൾ ഭാഗ്യം, ചിലപ്പോൾ ദൈവം. ഈ കാത്തിരിപ്പിൽ മനുഷ്യൻ തന്റെ മുഴുവൻ ശക്തിയും മറന്നുപോകുന്നു. അവൻ സ്വന്തമായി നടക്കാൻ പഠിക്കുന്നില്ല, കാരണം ആരെങ്കിലും അവനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ നിയമം മറ്റൊന്നാണ്. ഇവിടെ സ്വന്തമായി നടക്കുന്നവൻ മാത്രമാണ് ലക്ഷ്യത്തിലെത്തുന്നത്. മറ്റുള്ളവരുടെ തോളിൽ കയറി നടക്കാൻ ആഗ്രഹിക്കുന്നവൻ എപ്പോഴും പിന്നിലായി പോകും. നിങ്ങൾക്ക് ശരിക്കും ശക്തനാകണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു വാക്കെഴുതി വയ്ക്കുക: ഒറ്റയ്ക്ക്. കാരണം ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചവന് ലോകത്തിലെ ജനക്കൂട്ടത്തിന്റെ ആവശ്യമില്ല. ഇനി ആഴമേറിയ ഒരു കാര്യം മനസ്സിലാക്കുക. ഏകാന്തതയും ഒറ്റയ്ക്കായിരിക്കുക എന്നതും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ഏകാന്തത ഒരു ദുഃഖമാണ്, എന്നാൽ ഒറ്റയ്ക്കായിരിക്കുക എന്നത് ഒരു ശക്തിയാണ്. ആളുകളില്ലാതെ വരുമ്പോൾ നിങ്ങൾ അപൂർണനാണെന്ന് തോന്നുമ്പോഴാണ് ഏകാന്തതയുണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ പൂർണ്ണനാകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാകുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ്. നിങ്ങളുടെ സന്തോഷം ഏതെങ്കിലും വ്യക്തിയെ ആശ്രയിക്കാത്ത വിധം ഉള്ളിൽ ശക്തനാകുക. നിങ്ങളുടെ സമാധാനം ഒരു ബന്ധത്തെയും ആശ്രയിക്കാതിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം ആരുടെയും പ്രശംസയെ ആശ്രയിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതൊന്നും ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. ഇന്ന് ഒരാൾ കൂടെയുണ്ടാകും, നാളെ ഉണ്ടാകില്ല. ഇന്ന് ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചേക്കാം, നാളെ അത് മാറിയേക്കാം. ഇന്നൊരാൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടാകാം, നാളെ അവനും അവന്റെ ജീവിതത്തിൽ തിരക്കിലാകും. എന്നാൽ ജനനം മുതൽ മരണം വരെ നിങ്ങളോടൊപ്പമുള്ള ഒരാളുണ്ട്. അത് നിങ്ങൾ തന്നെയാണ്. ലോകം മുഴുവൻ അറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ മനുഷ്യൻ സ്വയം അറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. മറ്റുള്ളവർ കാരണം നിങ്ങൾ എത്ര തവണ ദുഃഖം അനുഭവിച്ചുവെന്ന് ഇപ്പോൾ ചിന്തിക്കുക. ചിലർ പ്രതീക്ഷകൾ തകർത്തു, ചിലർ വഞ്ചിച്ചു, ചിലർ കൈവിട്ടു, ചിലർ ബഹുമാനിച്ചില്ല. ഓരോ തവണയും നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടു. എന്നാൽ യഥാർത്ഥ വേദന എന്തായിരുന്നു? ആളുകൾ മാറിപ്പോയി എന്നതായിരുന്നില്ല വേദന. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നതായിരുന്നു വേദന. ഇതാണ് തെറ്റ്. സ്വന്തം സന്തോഷം മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നവൻ എപ്പോഴും ദുഃഖിതനായിരിക്കും. സ്വന്തം ശക്തി മറ്റുള്ളവരിൽ അർപ്പിക്കുന്നവൻ എപ്പോഴും ദുർബലനായിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ ജീവിതം നയിക്കുന്നവന് ഒരിക്കലും സ്വതന്ത്രനാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക. കാരണം ഇവിടെ ആരും എന്നേക്കുമായി ഇല്ല. ഇനി മറ്റൊരു രഹസ്യം കേൾക്കുക. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ശീലം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലമാണ്. കാരണം ആ ആശ്രയം പതുക്കെ പതുക്കെ നിങ്ങളുടെ ശക്തി ഇല്ലാതാക്കുന്നു. ആദ്യം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉപദേശമില്ലാതെ തീരുമാനങ്ങളെടുക്കാൻ കഴിയില്ല. പിന്നീട് ആരുടെയെങ്കിലും അംഗീകാരമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. അതിനുശേഷം ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ ആത്മവിശ്വാസം അനുഭവപ്പെടില്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ മുഴുവൻ ജീവിതവും മറ്റൊരാളുടെ വിരലിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ വരും.
ഓർക്കുക, ആശ്രയം എത്രത്തോളം മധുരമാണോ അത്രത്തോളം അപകടകരവുമാണ്. കാരണം അത് നിങ്ങളുടെ ചിറകുകളെ ദുർബലമാക്കുന്നു. പറക്കുന്നവരെയാണ് ജീവിതം ബഹുമാനിക്കുന്നത്, ഇഴഞ്ഞു നീങ്ങുന്നവരെയല്ല. ഇനി ഗൗരവമായൊരു കാര്യം മനസ്സിലാക്കുക. ഒരു പക്ഷി അതിന്റെ കൂട്ടിൽ നിന്ന് ആദ്യമായി താഴേക്ക് വീഴുമ്പോൾ അതിന് വലിയ ഭയമുണ്ടാകും. എന്നാൽ അത് വീഴാതിരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും പറക്കാൻ പഠിക്കില്ല. അതുപോലെ നിങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒരിക്കലും ശക്തരാകില്ല. ജീവിതത്തെ അഭിമുഖീകരിക്കുന്നവൻ മാത്രമാണ് ശക്തനാകുന്നത്. വീഴുന്നവൻ, എഴുന്നേൽക്കുന്നവൻ, പഠിക്കുന്നവൻ, ഒറ്റയ്ക്ക് സ്വന്തം വഴി വെട്ടിത്തെളിക്കുന്നവൻ, ആ വ്യക്തിയാണ് ഒരു ദിവസം മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുന്നത്. ഇന്ന് ലോകം ആരുടെ കഥകളാണോ കേൾക്കുന്നത്, അവരും ഒരു കാലത്ത് ഒറ്റയ്ക്ക് പോരാടിയവരായിരുന്നു. ആരും ഒരു ജനക്കൂട്ടവുമായി ജനിച്ചിട്ടില്ല. ആരും കയ്യടികളോടെ ജനിച്ചിട്ടില്ല. ആരും ബഹുമാനത്തോടെ ജനിച്ചിട്ടില്ല. അവർ സ്വന്തം കാലിൽ തങ്ങളുടെ വഴിയുണ്ടാക്കി, പിന്നീട് ലോകം അവരെ പിന്തുടർന്നു. ഇതാണ് നിയമം. ആദ്യം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം. അപ്പോൾ ലോകം നിങ്ങളെ വിശ്വസിക്കും. ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു താങ്ങാകണം. അപ്പോൾ ആളുകൾ നിങ്ങൾക്ക് താങ്ങായി വരും. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇനിയും അവശേഷിക്കുന്നു. ഒരാൾക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ആ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? ഒരു വ്യക്തിയെ തകരാൻ അനുവദിക്കാത്ത ആ ശക്തി എങ്ങനെ ജനിക്കുന്നു? എല്ലാവരും കൈവിടുമ്പോൾ ഏതഗ്നിയാണ് ഉള്ളിൽ കത്തുന്നത്? അതാണ് രഹസ്യം. ഉത്തരവാദിത്തം. മിക്കവരും ഓടിയൊളിക്കുന്ന വാക്കാണിത്. ഈ വാക്കാണ് ഒരു സാധാരണ മനുഷ്യനെ അസാധാരണനാക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്ന അന്ന് നിങ്ങളുടെ ബലഹീനതകൾ ഇല്ലാതാകാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന കാലത്തോളം നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. എന്റെ കുടുംബം എന്നെ പിന്തുണച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്റെ സുഹൃത്തുക്കൾ എന്നെ വഞ്ചിച്ചു. എന്റെ ഭാഗ്യം മോശമായിരുന്നു. സമയം എനിക്ക് പ്രതികൂലമായിരുന്നു. ആളുകൾ എന്നെ മനസ്സിലാക്കിയില്ല. ഇതിൽ പലതും സത്യമായിരിക്കാം. എന്നാൽ മറ്റൊരു സത്യം കൂടിയുണ്ട്. ഇതൊക്കെയും മാറ്റാനുള്ള ശക്തി നിങ്ങളെ തുടർന്ന് മറ്റാർക്കുമില്ല. അതാണ് ഉത്തരവാദിത്തം. ഇനി ഗൗരവമായൊരു കാര്യം മനസ്സിലാക്കുക. ലോകത്തിൽ രണ്ടു തരം ആളുകളുണ്ട്. ഒന്നാമത്തേത് ഓരോ പ്രശ്നത്തിനും കാരണം പുറത്ത് അന്വേഷിക്കുന്നവർ. രണ്ടാമത്തേത് ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരം തങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്നവർ. ആദ്യത്തെ വിഭാഗം ജീവിതകാലം മുഴുവൻ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ ജീവിതകാലം മുഴുവൻ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ആദ്യത്തെ ആളുകൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു. രണ്ടാമത്തെ ആളുകൾ സാഹചര്യങ്ങൾക്ക് മുകളിലേക്ക് ഉയരുന്നു. ഈ വ്യത്യാസം അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കടലിൽ അലയുന്ന ഒരു ബോട്ടിന് കാറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കരയിലെത്താൻ കഴിയുമോ? ഇല്ല. അതിന് ദിശ കണ്ടെത്തണം. അതിന് ചുക്കാൻ പിടിക്കണം. അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇതേ നിയമം ജീവിതത്തിനും ബാധകമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ചുക്കാൻ മറ്റൊരാളുടെ കൈകളിൽ നൽകുന്ന കാലത്തോളം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകും. എന്നാൽ നിങ്ങൾ ചുക്കാൻ സ്വന്തം കൈകളിലെടുക്കുന്ന അന്ന് നിങ്ങളുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കും. ഇനി മറ്റൊരു വലിയ സത്യം കേൾക്കുക. മിക്ക ആളുകളും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വിജയം വേണം, പക്ഷേ ഡിസിപ്ലിൻ ആവശ്യമില്ല. അവർ ബഹുമാനം ആഗ്രഹിക്കുന്നു, പക്ഷേ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഫലങ്ങൾ വേണം, എന്നാൽ അതിനുള്ള വില നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുന്നത്. ഓർക്കുക, ഓരോ നേട്ടത്തിനും ഒരു വിലയുണ്ട്. ഓരോ ഉയർച്ചയ്ക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിക്ക് ആ ഉയരം കൈകാര്യം ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഇതുവരെ നിങ്ങൾ ഉണർത്താത്ത എത്രയോ വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ട്? കാരണം ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്കെപ്പോഴും തോന്നിയിരുന്നു. ആരെങ്കിലും വഴി കാണിക്കുമെന്നും ആരെങ്കിലും നിങ്ങളുടെ ഭാരം ചുമക്കുമെന്നും നിങ്ങൾ കരുതി. എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്റേതാണെന്ന് ഒരു മനുഷ്യൻ പറയുന്ന നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അന്നുമുതൽ പരാതികൾ കുറയാൻ തുടങ്ങുന്നു. ഒഴികഴിവുകൾ ഇല്ലാതാകുന്നു. ശക്തി ഉണരാൻ തുടങ്ങുന്നു. ഇനി നിങ്ങളുടെ ഉള്ളിലെ ഒരു കഥ നോക്കുക. ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ ഓരോ കാര്യത്തിനും അവൻ മറ്റൊരാളെ ആശ്രയിക്കുന്നു. നടക്കാൻ, ഭക്ഷണം കഴിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്നാൽ അവൻ ജീവിതകാലം മുഴുവൻ ആ ആശ്രയത്തിൽ തുടർന്നാൽ അവന് എപ്പോഴെങ്കിലും ശക്തനാകാൻ കഴിയുമോ? ഇല്ല. അവൻ സ്വന്തമായി നടക്കാൻ പഠിക്കേണ്ട ഒരു സമയമുണ്ട്. അവൻ വീഴണം. സ്വന്തമായി എഴുന്നേൽക്കണം. അതാണ് യഥാർത്ഥ വളർച്ച. അതുപോലെ തന്നെ ആത്മീയമായും മാനസികമായും വൈകാരികമായും ഒരു ദിവസം നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടതുണ്ട്. അതാണ് പക്വത.
അതാണ് സ്വയം പര്യാപ്തത. അതാണ് ശക്തി. ഇനി ഗൗരവമുള്ള മറ്റൊരു കാര്യം കേൾക്കുക. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരാൾ ഒരിക്കലും ഒരു ഇരയായി തുടരില്ല. കാരണം ഒരു ഇര എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടെനിക്കിങ്ങനെ സംഭവിച്ചു എന്നാണ്. എന്നാൽ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ചോദിക്കുന്നത് ഇനി ഞാൻ എന്തു ചെയ്യണം എന്നാണ്. ശ്രദ്ധിക്കുക, ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ എത്ര വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ചോദ്യം നിങ്ങളെ ഭൂതകാലത്തിൽ തളച്ചിടുന്നു. രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ ഭാവിയിലേക്ക് കൊണ്ടുപോകുന്നു. എപ്പോഴും മുന്നോട്ടു പോകുന്നവരെയാണ് ജീവിതം പിന്തുണയ്ക്കുന്നത്. ഒന്ന് ചിന്തിക്കുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എവിടെയാണ്? പുറത്തല്ല. പരിഹാരം എപ്പോഴും നിങ്ങളുടെ ബോധമനസ്സിൽ മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ധൈര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ ശക്തി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വളരെ ആഴത്തിലുള്ള ഒരു രഹസ്യം മനസ്സിലാക്കുക. ലോകത്തിലെ ഏറ്റവും അപകടകരമായ അഡിക്ഷൻ മദ്യമല്ല. ഏറ്റവും വലിയ അഡിക്ഷൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ്. കാരണം ഈ അഡിക്ഷൻ നിങ്ങളുടെ ആത്മാവിനെ പതുക്കെ പതുക്കെ ദുർബലമാക്കുന്നു. തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. റിസ്ക് എടുക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. ഒറ്റയ്ക്ക് നടക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഭയത്തിനു ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആ ദിവസം ഭയം കുറയാൻ തുടങ്ങുന്നു. കാരണം എന്തുതന്നെ സംഭവിച്ചാലും നിങ്ങൾ അത് കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും. അവിടെയാണ് ആത്മവിശ്വാസം ജനിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് സ്വന്തം കാലിൽ ജീവിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം, നിങ്ങളുടെ വളർച്ചയുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ ഭാവിയുടെ ഉത്തരവാദിത്തം. കാരണം മറ്റാരും ഈ ജോലി ചെയ്യില്ല. ഇനി ആരെങ്കിലും ചെയ്താൽ തന്നെ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്ര ആത്മാർത്ഥതയോടെ ചെയ്യില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്രഷ്ടാവാകുന്നത് എന്ന് ഓർക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾ വെറുമൊരു യാത്രക്കാരനായി മാത്രം അവശേഷിക്കും. സ്വന്തമായി വഴി വെട്ടിത്തെളിച്ചവരെയാണ് ജീവിതം ഓർക്കുന്നത്, എപ്പോഴും മറ്റാരുടെയോ വഴിയിലൂടെ നടന്നവരെയല്ല. എന്നാൽ ആഴത്തിലുള്ള മറ്റൊരു രഹസ്യം ഇനിയും ബാക്കിയുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു ശേഷവും ചിലപ്പോൾ മനുഷ്യർ തകർന്നു പോകാറുണ്ട്. പലപ്പോഴും ഏകാന്തത അവനെ വലയം ചെയ്യുന്നു. ചിലപ്പോൾ വഴി നീളമുള്ളതായി തോന്നുന്നു. അപ്പോൾ അവന് എന്താണ് വേണ്ടത്? ഇരുണ്ട ദിനങ്ങളിൽ പോലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ആ ശക്തി ഏതാണ്? ക്ഷമ. ഒരിടത്തും ഒരു ഫലവും കാണാത്തപ്പോൾ പോലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി അതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. മിക്ക ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. അവർ പരാജയപ്പെടുന്നത് അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അവർ വിത്ത് പാകിയിട്ട് പിറ്റേന്ന് തന്നെ ഫലം അന്വേഷിക്കാൻ തുടങ്ങുന്നു. അവർ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങുകയും ദിവസങ്ങൾക്കുള്ളിൽ ഫലം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ യാത്ര തിരിക്കുന്നു, എന്നാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും തിരികെ മടങ്ങുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതം ഒരിക്കലും മാറാത്തത്. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുള കണ്ടിട്ടുണ്ടോ? അതിന്റെ വിത്ത് പാകുമ്പോൾ ആദ്യ വർഷം ഒന്നും കാണാനാകില്ല. രണ്ടാം വർഷവും ഒന്നും കാണില്ല. മൂന്നാം വർഷവും നാലാം വർഷവും അങ്ങനെ തന്നെ. എന്നാൽ അഞ്ചാം വർഷം അത് പെട്ടെന്ന് ആകാശത്തേക്ക് വളരാൻ തുടങ്ങും. അത് അഞ്ചാം വർഷമാണോ വളർന്നത്? അല്ല. ആദ്യ ദിവസം മുതൽ അത് വളരുകയായിരുന്നു. അതിന്റെ വളർച്ച ഭൂമിക്കടിയിലായിരുന്നു എന്നതു മാത്രമാണ് വ്യത്യാസം. അത് വേരുകളുണ്ടാക്കുകയായിരുന്നു. അത് സ്വയം ശക്തമാവുകയായിരുന്നു. ഭാവിയിലെ ആ വലിയ ഉയരങ്ങൾക്കായി അത് തയ്യാറെടുക്കുകയായിരുന്നു. ഇതേ നിയമം തന്നെയാണ് ജീവിതത്തിനും. നിങ്ങൾ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ, നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളെത്തന്നെ മാറ്റാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ പുരോഗതി ആളുകൾ കാണില്ല. നിങ്ങളുടെ അധ്വാനം ലോകമറിയില്ല. ചില കാര്യങ്ങൾ മാറുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും തോന്നില്ല. എന്നാൽ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. നിങ്ങൾ കൂടുതൽ ശക്തരാകുന്നു. നിങ്ങൾ കൂടുതൽ പക്വത പ്രാപിക്കുന്നു. നിങ്ങളുടെ ബോധമനസ്സ് വികസിക്കുന്നു. അതാണ് യഥാർത്ഥ വളർച്ച. ഇനി ആഴമേറിയ ഒരു കാര്യം കേൾക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം പോരാട്ടമല്ല. ഏറ്റവും വലിയ പരീക്ഷണം കാത്തിരിപ്പാണ്. കാരണം പോരാട്ടത്തിൽ മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ കാത്തിരിപ്പിൽ അവനിൽ തന്നെ വിശ്വാസം നിലനിർത്തണം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ ഫലം കാണുന്നില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ വിജയം കാണുന്നില്ല. നിങ്ങൾ മുന്നോട്ടു പോകുന്നു, പക്ഷേ ലക്ഷ്യസ്ഥാനം അകലെയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഉപേക്ഷിക്കാൻ മനസ്സ് പറയും.
ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് തോന്നും. നിങ്ങൾക്ക് കഴിയില്ലെന്ന് തോന്നും. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും തോറ്റുപോകുന്നത്. ഓർക്കുക, ഫലം കിട്ടാതിരിക്കുമ്പോഴല്ല പരാജയമുണ്ടാകുന്നത്. മനുഷ്യൻ പരിശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ പരാജയം സംഭവിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സൂര്യൻ എന്നും ഉദിക്കുന്നു, നദി എപ്പോഴും ഒഴുകുന്നു, മരങ്ങൾ നിരന്തരം വളരുന്നു. പ്രകൃതി ഒരിക്കലും തിടുക്കം കാണിക്കുന്നില്ല, എന്നിട്ടുമെല്ലാം കൃത്യസമയത്ത് നടക്കുന്നു. എന്തുകൊണ്ട്? കാരണം പ്രകൃതിക്ക് ക്ഷമയുണ്ട്. പ്രകൃതിയുടെ ഈ നിയമം മനസ്സിലാക്കുന്ന വ്യക്തി ജീവിതത്തിന്റെ രഹസ്യം മനസ്സിലാക്കുന്നു. ഇന്ന് ആളുകൾക്കെല്ലാം വേഗത്തിൽ വേണം. പെട്ടെന്നുള്ള പണം, പെട്ടെന്നുള്ള വിജയം, പെട്ടെന്നുള്ള ബഹുമാനം, പെട്ടെന്നുള്ള അംഗീകാരം. എന്നാൽ വേഗത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വേഗത്തിൽ തന്നെ ഇല്ലാതാകുന്നു. പതുക്കെ പതുക്കെ ഉണ്ടാകുന്നതാണ് ശാശ്വതമാകുന്നത്. സമയമെടുത്ത് നിർമ്മിക്കുന്നത് ശക്തമാകുന്നു. ക്ഷമയോടെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ ലോകത്തിന് എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ കഠിനാധ്വാനം ആരും കാണുന്നില്ലെന്ന് തോന്നും. നിങ്ങളുടെ പോരാട്ടം ആരും അറിയുന്നില്ലെന്ന് തോന്നും. എന്നാൽ അതൊരു മോശം കാര്യമല്ല. അതുതന്നെയാണ് നിങ്ങളുടെ ശക്തിയായി മാറുന്നത്. കാരണം കയ്യടികളില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്നവൻ മാത്രമാണ് ഒരു ദിവസം കയ്യടിക്ക് അർഹനാകുന്നത്. പ്രശംസയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നവനാണ് ഒരു ദിവസം ബഹുമാനം ലഭിക്കുന്നത്. യാതൊരു പിന്തുണയുമില്ലാതെ നടക്കാൻ കഴിയുന്നവന്റെ പിന്നിലാണ് ഒരു ദിവസം ആളുകൾ നടക്കാൻ തുടങ്ങുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ലോകത്തിൽ രണ്ടു തരം ആളുകളുണ്ട്. ഒന്നാമത്തേത് വലിയ ആവേശത്തോടെ തുടങ്ങുകയും എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തളർന്നുപോകുകയും ചെയ്യുന്നവർ. രണ്ടാമത്തേത് പതുക്കെ നടക്കുന്നവരാണ്, പക്ഷേ അവർ ഒരിക്കലും നിർത്തുന്നില്ല. അവസാനം വിജയം എപ്പോഴും ആ രണ്ടാമത്തെ കൂട്ടർക്കായിരിക്കും. കാരണം ജീവിതം വേഗതയെയല്ല, നിങ്ങളുടെ സ്ഥിരതയെയാണ് പരീക്ഷിക്കുന്നത്. ഓർക്കുക, വേഗത്തിലോടുക എന്നതല്ല പ്രധാനം. നിങ്ങളൊരിക്കലും നിർത്തരുത് എന്നതാണ് പ്രധാനം. ഇന്ന് നിങ്ങൾ ഒരു പടി മുന്നോട്ട് വെച്ചാൽ നാളെയും മുന്നോട്ടു പോവുക. ഇന്ന് നിങ്ങൾ കുറച്ചു കാര്യങ്ങൾ പഠിച്ചെങ്കിൽ നാളെയും പഠിക്കുക. ഇന്ന് നിങ്ങൾ അല്പം ശക്തനായെങ്കിൽ നാളെ കൂടുതൽ ശക്തനാകുക. ഈ ചെറിയ ചുവടുകളാണ് ഒരു ദിവസം വലിയ ലക്ഷ്യമായി മാറുന്നത്. ഇനിയൊരു രഹസ്യം കേൾക്കുക. നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഭയം കുറയാൻ തുടങ്ങും. കാരണം അപ്പോൾ നിങ്ങൾക്ക് തിടുക്കമുണ്ടാവില്ല. എല്ലാം അതിൻ്റെതായ സമയത്ത് വരുമെന്ന് നിങ്ങൾക്കറിയാം. കഠിനാധ്വാനം ഒരിക്കലും പാഴാകില്ല എന്ന് നിങ്ങൾക്കറിയാം. വിതച്ചത് ഒരുനാൾ കൊയ്യുമെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാകും. ഈ വിശ്വാസമാണ് നിങ്ങളെ ശാന്തനാക്കുന്നത്. ഈ സമാധാനമാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നു തിരിഞ്ഞു നോക്കൂ. ഫലം വൈകുന്നു എന്ന ഒറ്റക്കാരണത്താൽ നിങ്ങൾ എത്ര തവണ തോൽവി സമ്മതിച്ചു? ലക്ഷ്യസ്ഥാനം വളരെ അടുത്തായിരുന്നിട്ടും എത്ര തവണ നിങ്ങൾ വഴിമാറിപ്പോയി? വിജയം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര തവണ നിങ്ങളെ തന്നെ സംശയിച്ചു? ഓർക്കുക, പലരും വിജയത്തിൽ നിന്ന് കുറച്ച് ചുവടുകൾ മാത്രം അകലെയായിരിക്കും. എന്നാൽ ക്ഷമയില്ലായ്മ കാരണം അവർ തിരികെ മടങ്ങുന്നു. എന്നിട്ട് കുറച്ചുകൂടി പിടിച്ചു നിന്നിരുന്നെങ്കിൽ എന്ന് ജീവിതകാലം മുഴുവൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആ തെറ്റ് ചെയ്യരുത്. വഴി ശരിയാണെങ്കിൽ മുന്നോട്ടു പോവുക. ലക്ഷ്യം ശരിയാണെങ്കിൽ ഉറച്ചു നിൽക്കുക. ഉദ്ദേശ്യം വ്യക്തമാണെങ്കിൽ ക്ഷമയോടെ ഇരിക്കുക. കാരണം ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത വ്യക്തിയെ സമയം എപ്പോഴും പിന്തുണയ്ക്കുന്നു. ഇനി അവസാനമായി ആഴമേറിയ മറ്റൊരു കാര്യം കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ ജീവിതമെന്നത് ഒരു ലക്ഷ്യസ്ഥാനത്തിന്റെ പേരല്ല എന്ന് നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിലെ ഏറ്റവും വലിയ സന്തോഷം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിലല്ല, മറിച്ച് സ്വയം വികസിപ്പിക്കുന്നതിലാണ്. ഇത് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥത അവസാനിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ നിർത്തും. തിടുക്കം കാട്ടുന്നത് നിങ്ങൾ അവസാനിപ്പിക്കും. പരാതിപ്പെടുന്നത് നിങ്ങൾ നിർത്തും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ജനിക്കുന്നു. സാഹചര്യങ്ങളെക്കാൾ വലിയ ഒരു ശക്തി, ഏകാന്തതയേക്കാൾ വലിയ ഒരു ശക്തി, പരാജയങ്ങളെക്കാൾ വലിയ ശക്തി. എങ്കിലും യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇനിയും ബാക്കിയുണ്ട്. കാരണം ക്ഷമ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ ജനക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു വ്യക്തിത്വം നൽകുന്ന ഒന്നുണ്ട്. അത് നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് അസാധാരണനായ മനുഷ്യനാക്കുന്നു. ലോകത്തിന് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്തത്ര ഉയരം അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നൽകുന്നു. സ്വാഭിമാനം. ഇവിടെയാണ് മനുഷ്യൻ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ തുടങ്ങുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിച്ച വ്യക്തി, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പഠിച്ചവൻ, ക്ഷമിക്കാൻ പഠിച്ചവൻ, അവന്റെ ഉള്ളിൽ പതുക്കെ പുതിയൊരു ശക്തി ജനിക്കുന്നു. ആ ശക്തിയുടെ പേരാണ് സ്വാഭിമാനം. ഓർക്കുക, സ്വാഭിമാനവും അഹങ്കാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് അഹങ്കാരം പറയുന്നു. ഞാനും ഒട്ടും മോശമല്ല എന്ന് സ്വാഭിമാനം പറയുന്നു.
അഹങ്കാരം മറ്റുള്ളവരെ ചെറുതാക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഭിമാനം തന്നെ താഴാൻ അനുവദിക്കുന്നില്ല. അഹങ്കാരം ശബ്ദമുണ്ടാക്കുന്നു. സ്വാഭിമാനം ശാന്തമായിരിക്കുന്നു. അഹങ്കാരം ബഹുമാനം ചോദിച്ചുവാങ്ങുന്നു. സ്വാഭിമാനം ബഹുമാനം നേടിയെടുക്കുന്നു. ഈ വ്യത്യാസം മനസ്സിലാക്കിയവൻ ജീവിതത്തിന്റെ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കി. ഇനി ഗൗരവമുള്ള മറ്റൊരു കാര്യം കേൾക്കുക. ലോകത്തിലെ മിക്ക ആളുകളും ദുഃഖിതരാകുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല. അവർ തങ്ങളുടെ സ്വാഭിമാനം നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് അവർ ദുഃഖിതരാകുന്നത്. അവർ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നു. ആരെങ്കിലും ദേഷ്യപ്പെടുമോ എന്ന് എപ്പോഴും ഭയപ്പെടുന്നു. ആരും കൈവിടരുതേയെന്നും ആർക്കും മോശമായി തോന്നരുതേയെന്നും ചിന്തിക്കുന്നു. ഈ ഭയത്തിൽ അവർ പതുക്കെ സ്വയം നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾക്കെപ്പോഴും മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാണോ എന്ന് ചിന്തിക്കുക. അല്ല, നിങ്ങൾ അദൃശ്യമായ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല. അതുകൊണ്ട് സ്വാഭിമാനമില്ലാതെ സ്വന്തം കാലിൽ ജീവിക്കുന്ന യാത്ര പൂർണ്ണമാകില്ല. കാരണം നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായമല്ലെന്ന് സ്വാഭിമാനം നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. അത് നിങ്ങളുടെ ബോധമനസ്സാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് അത് തീരുമാനിക്കുന്നത്. ഇനി മറ്റൊരു വലിയ സത്യം കേൾക്കുക. ജീവിതത്തിൽ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുള്ളിടത്തോളം കാലം മാത്രമേ നിങ്ങളുടെ കൂടെ നിൽക്കൂ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നിടത്തോളം കാലം അവർ നിങ്ങൾക്ക് പ്രാധാന്യം നൽകും. എന്നാൽ നിങ്ങൾ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്ന ആ ദിവസം അവരുടെ പെരുമാറ്റം മാറാൻ തുടങ്ങും. ഇവിടെയാണ് പലരും ഭയക്കുന്നത്. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ആളുകൾ എന്നെ ഉപേക്ഷിക്കുമെന്ന് അവർ കരുതുന്നു. ഞാൻ എന്റെ അതിരുകൾ നിശ്ചയിച്ചാൽ ആളുകൾ ദേഷ്യപ്പെടുമെന്ന് കരുതുന്നു. ഞാൻ എല്ലാത്തിനും അതേ എന്ന് പറഞ്ഞില്ലെങ്കിൽ ആളുകൾ അകന്നുപോകുമെന്നവർ കരുതുന്നു. ആ ഭയം കാരണം അവർ സ്വന്തം സ്വാഭിമാനം വിൽക്കുന്നു. ഓർക്കുക, നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നതിലൂടെ മാത്രം നിലനിൽക്കുന്ന ഒരു ബന്ധം അതൊരു ബന്ധമല്ല, അതൊരു ഭാരമാണ്. നിങ്ങൾ കീഴടങ്ങുമ്പോൾ മാത്രം ലഭിക്കുന്ന ബഹുമാനം അതൊരു ബഹുമാനമല്ല, അതൊരു കച്ചവടമാണ്. എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വയം സന്തോഷിക്കാൻ കഴിയില്ല. ഇനി ഗൗരവമേറിയ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വാഭിമാനം സംരക്ഷിക്കുമ്പോൾ തുടക്കത്തിൽ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ സ്വാർത്ഥം കൊണ്ട് മാത്രം കൂടെ നിന്നവർ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. അതൊരു ശുദ്ധീകരണമാണ്. കാരണം ജീവിതത്തിൽ ഗുണനിലവാരത്തിനാണ് പ്രാധാന്യം, എണ്ണത്തിനല്ല. യഥാർത്ഥ ആളുകൾ കുറവാണെങ്കിലും അവർ സത്യസന്ധരായിരിക്കുന്നത് 1000 വ്യാജബന്ധങ്ങളേക്കാൾ എത്രയോ നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. മറ്റേയാൾക്ക് ദേഷ്യം വന്നേക്കാം എന്ന ഒറ്റക്കാരണത്താൽ എത്ര തവണ നിങ്ങൾ മിണ്ടാതിരുന്നു? ആളുകൾ എന്തു പറയുമെന്നോർത്ത് എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തി? ജനക്കൂട്ടം മറ്റൊരു ദിശയിലേക്ക് പോകുന്നു എന്ന കാരണത്താൽ നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ വഴി ഉപേക്ഷിച്ചു? അപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നുപോയിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്വാഭിമാനമായിരുന്നു. ഇതുകൊണ്ടാണ് മനുഷ്യൻ ആത്മബലം കൊണ്ട് നിറയുമ്പോൾ അവന്റെ ജീവിതം മാറാൻ തുടങ്ങുന്നത്. ആളുകൾ മാറുമ്പോൾ അവൻ തളരുന്നില്ല. സാഹചര്യങ്ങൾ മാറുന്നതിൽ അവൻ ഭയപ്പെടുന്നില്ല. അവൻ പരാജയങ്ങളെ ഭയപ്പെടുന്നില്ല. അവൻ ഏകാന്തതയിൽ നിന്ന് ഒളിച്ചോടുന്നില്ല. കാരണം അവന്റെ ഏറ്റവും വലിയ ആശ്രയം അവന്റെ ഉള്ളിലാണെന്ന് അവനറിയാം. സ്വന്തം ഉള്ളിൽ താങ്ങുള്ള ഒരാളെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അധികകാലം തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഈ മുഴുവൻ യാത്രയെയും ഒന്നുകൂടി നോക്കുക. ആർക്കുവേണ്ടിയും കാത്തിരിക്കരുതെന്ന് നിങ്ങൾ പഠിച്ചു. സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക. സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ പഠിച്ചു. ക്ഷമയില്ലാതെ വലിയ നേട്ടങ്ങളൊന്നും സാധ്യമല്ലെന്ന് നിങ്ങൾ പഠിച്ചു. സ്വാഭിമാനമില്ലാതെ ജീവിതം അപൂർണമാണെന്ന് നിങ്ങൾ പഠിച്ചു. മനുഷ്യനെ അചഞ്ചലനാക്കുന്ന ആത്യന്തിക ശക്തി ആത്മബലമാണെന്ന് നിങ്ങൾ ഇന്നു പഠിച്ചു. ഇതാണ് ഈ യാത്രയുടെ മുഴുവൻ രത്നചുരുക്കം. ലോകം മാറിക്കൊണ്ടിരിക്കും. ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മബലം ശക്തമാണെങ്കിൽ എല്ലാ മാറ്റങ്ങൾക്കിടയിലും നിങ്ങൾ സ്ഥിരമായി നിൽക്കും. ഇതാണ് യഥാർത്ഥ വിജയം. വിജയം എന്നത് പണം മാത്രമല്ല. വിജയം പ്രശസ്തി മാത്രമല്ല. വിജയം എന്നത് ബഹുമാനം മാത്രമല്ല. ഏതു സാഹചര്യത്തിലും തനിക്ക് തന്നെ താങ്ങായി മാറാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി മാറുക എന്നതാണ് യഥാർത്ഥ വിജയം. ഇരുട്ടിലും വെളിച്ചം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബോധമനസ്സ് വളർത്തിയെടുക്കുക. തകർന്നാലും ചിതറിപ്പോകാത്ത ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുക. ആരുടെയെങ്കിലും വരവിലോ പോക്കിലോ ദുർബലമാകാത്ത ഒരു ആത്മബലം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ഇന്നു മുതൽ ആർക്കുവേണ്ടിയും കാത്തിരിക്കരുത്.
ആരെങ്കിലും നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. ആരെങ്കിലും സഹായിക്കുമെന്ന് കരുതി നിങ്ങളുടെ സ്വപ്നങ്ങളെ മാറ്റിവെക്കരുത്. എഴുന്നേൽക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളിലുള്ള ആ വലിയ ശക്തി എത്രത്തോളമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല. ആ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം നിങ്ങളുടെ ജീവിതം മാറും. ഓർക്കുക, നിങ്ങളുടെ കൂടെ നടക്കാൻ ആരും എപ്പോഴും വരില്ല. എന്നാൽ നിങ്ങളെത്തന്നെ പിന്തുണയ്ക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റാരുടെയും ആവശ്യമില്ല. സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക, കാരണം അതാണ് സ്വാതന്ത്ര്യം. നിങ്ങളുടെ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക, കാരണം അതാണ് സ്വാഭിമാനം. നിങ്ങളുടെ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക, കാരണം അതാണ് ആത്മബലം. സ്വന്തമായി ജീവിക്കാൻ പഠിക്കുക, കാരണം അവസാനം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും നിങ്ങളുടെ ഏറ്റവും യഥാർത്ഥ കൂട്ടുകാരനും നിങ്ങളുടെ ഏറ്റവും വിശ്വസനീയമായ ആശ്രയവും നിങ്ങൾ തന്നെയാണ്. ഇതാണ് ജീവിതത്തിന്റെ ആത്യന്തിക സത്യം. ഓരോ പരാജയത്തിനും ശേഷം നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ശക്തി ഇതാണ്. ഓരോ ഇരുട്ടിലും അത് വഴി കാണിക്കുന്നു. ഓരോ പ്രയാസകരമായ സാഹചര്യത്തിലും മുന്നോട്ടു പോകാനുള്ള ധൈര്യം അത് നിങ്ങൾക്ക് നൽകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളെത്തന്നെ അറിയുക. നിങ്ങളെത്തന്നെ ശക്തനാക്കുക. നിങ്ങളുടെ സങ്കല്പത്തേക്കാൾ വളരെ വലിയൊരു കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്കും പുതിയ ഊർജ്ജത്തിലേക്കും പുതിയ ആത്മവിശ്വാസത്തിലേക്കും മുന്നേറാൻ തുടങ്ങും. ഇതാണ് സ്വയംപര്യാപ്തത.